ഹായ് ഗൈസ്, ഞങ്ങൾ കുടുംബസമേതം കടയിൽ പോവുകയാണ്. റോഡിലേക്ക് നടക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ ചാലയിലാണ് പോകുന്നത്. ചാലയെന്ന് പറയുമ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് എതിർവശത്തായിട്ട് ചാല മാർക്കറ്റ്, അവിടെയാണ് ഞങ്ങൾ പോകുന്നത്. മൂന്നാണ്ട് കൂടെ നടന്നു വരുന്നുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്കിലായിട്ടാണ് ഈ റോഡ് വരുന്നത്. ഈ റോഡിലൂടെ വരുന്നത് മെയിൻ ഒരു റോഡായിട്ടാണ്. അപ്പോൾ വലത് സൈഡിലേക്ക് പോകുന്നത് ഹൈവേയിലോട്ടും ഇടത് സൈഡിലേക്ക് പോകുന്നത് നമുക്ക് കമലേശ്വരം പോകുന്ന റൂട്ടുമാണ്. അപ്പോൾ ഞങ്ങൾ ദാണ്ട് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ഒരു ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വണ്ടി കിട്ടാൻ ഇത്തിരി പാടുണ്ട്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. മോള് ഭയങ്കര കുണ്ടണി കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വിധത്തിൽ ഞങ്ങളിതാ നമ്മുടെ ചാലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാലയിൽ നമ്മൾ കരിപ്പോട്ടിക്കടയുടെ ഭാഗത്താണ് വന്നിരിക്കുന്നത്. അപ്പം പുതിയ രാമചന്ദ്രൻ്റെ ഭാഗത്തൂടെയാണ് ഞങ്ങൾ വന്നതാണ്. ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് ഒരു മുടുക്കുണ്ട്. ആ മുടുക്ക് കയറിയാണ് ചാലയ്ക്കകത്തോട്ട് കയറാം. അപ്പം ഈ മുടുക്കെന്ന് പറയുന്നത് ചെറിയ ഇടവഴിയാണ് കേട്ടോ. അപ്പോൾ ആ ഇടവഴിക്കാണ് ഇവിടെ മുടുക്ക് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ മുടുക്ക് വഴി കയറി പോവുകയാണേ. അമ്മൂമ്മയെ പിടിച്ചിറക്കി ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് നടന്നു പോകുന്നു. മോളാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡിലായിട്ട് കടകൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ പിടിക്കാമെന്നുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുക. സഞ്ചയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടപ്പോഴേ അതിലൊക്കെ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. അപ്പം ഞാൻ കഴിഞ്ഞതിന് ഒരു വീഡിയോ ഉണ്ടായിരുന്നു കുമരിച്ചന്തയിൽ പോയിൻ്റ്. അപ്പോൾ അന്ന് വീഡിയോ എടുക്കാൻ പറ്റായിരുന്നത് മോള് ഫോണിൻ്റെ ക്യാമറയിൽ കയറി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ ഒരു അവസ്ഥ, ആ സീൻ തന്നെ ഇപ്പോഴും ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ താണ്ട് ഞങ്ങളുടെ മീൻ കടയുടെ പച്ചക്കറിയും മീൻ കടയൊക്കെ ആണ് ഇവിടെ. അപ്പോൾ പച്ചക്കറി മേടിക്കാൻ ഞങ്ങൾ തിരിച്ച് വന്നിട്ടേ മേടിക്കൂ. ഇപ്പം ഇവിടെ വലത് സൈഡിൽ മീൻ കടയാണ്. അപ്പം മീൻ വാങ്ങുന്നില്ലെന്ന് വിചാരിച്ചു. മീൻ വാങ്ങാതെ ഞങ്ങൾ ആ സൈഡ് തന്നെ നേരെ ഞങ്ങൾ സ്ഥിരം വാങ്ങുന്ന ചിക്കൻ കടയിലേക്ക് പോവുകയാണ്. നേരെ കാണുന്ന കടയാണ് ഞങ്ങൾ ചിക്കൻ വാങ്ങുന്ന കട. അപ്പോൾ അവിടെ പണ്ട് മുതൽ എൻ്റെ മോൻ്റെ കൊച്ചു പരുവം മുതലേ ഞങ്ങൾ അവിടെ നിന്നാണ് ചിക്കൻ വാങ്ങുന്നത് കേട്ടോ. എൻ്റെ അറിവിലാണേ. അതിന് മുന്നേ അമ്മമ്മ അവിടെ നിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞങ്ങളവിടെ സ്ഥിരമാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് മോക്ക് 10 രൂപ വിഷു കൈനീട്ടം കിട്ടി. ഞങ്ങൾ ചെല്ലുന്ന കണ്ടപ്പോഴേ 2 ചേട്ടന്മാരും മാറി നിന്നു. ഞങ്ങളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ആ ചേട്ടൻ. ഞങ്ങളിന് ചിക്കൻ മേടിച്ച് തിരിച്ചിറങ്ങി. എന്നിട്ട് ഞങ്ങളിവിടെ പറയുന്നു പച്ചക്കറിയൊക്കെ വാങ്ങേണ്ടതുകൊണ്ട് ഈ സൈഡിൽ കൂടെ പോകാമെന്ന്. അപ്പോൾ അമ്മൂമ്മ പറയുന്നു വേണ്ട, നമുക്ക് വന്ന വഴി തന്നെ പോവാം, അവിടുന്ന് മേടിച്ചുകൊണ്ട് പോകാമെന്ന്. അപ്പോൾ ഇതെല്ലാം പിടിച്ചുകൊണ്ട് പോകണ്ട, ഇങ്ങനെ കറങ്ങി പോകണ്ടെന്ന്. അങ്ങനെ വന്ന വഴി ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വീട്ടിൽ എത്തണ്ടേ. അപ്പം പച്ചക്കറിയൊക്കെ വാങ്ങിയതിന് ശേഷം വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ തന്നെ ഞങ്ങളുടെ മീൻകടയുടെ സൈഡാണ് ഇവിടെ കേട്ടോ. ഇനി നമുക്ക് വീട്ടിൽ വന്നിട്ട് കാണാം. കണ്ട നൃത്തം ചെയ്യുന്ന കണ്ട കടയിൽ പോയിട്ട് വന്നതാണേ. കണ്ട മോനോടി നമ്മൾ കടയിൽ പോയിട്ട് നല്ല സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നേ. കണ്ട ഭയങ്കര വെയിൽ ഗൈസ്, നല്ല ചൂടുണ്ട. കണ്ട സമയമാകുന്നേ ഉള്ളു. കീരത്തോരനാണേ. അപ്പം ഞാനിവിടെ നല്ല കീര മേടിച്ചിട്ടുണ്ട്, ചുമന്ന കീര. ഞങ്ങൾ ചീര എന്നാണ് പറയുന്നത്, ഇവിടെ കീര. അപ്പം കീരത്തോരനാണ്. കീരയും ചക്കക്കുരു ഇട്ട തോരനാണ്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് പോകാം. കീര നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇവിടെ നമ്മൾ ആവശ്യത്തിന് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിന് വേവിച്ചെടുക്കണം. വേവിക്കാനായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ ദാണ്ട് കീര ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ തണ്ട് ഉൾപ്പെടെയാണ് അരിയാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ തണ്ടുകളൊക്കെ ഞാൻ അരിഞ്ഞ് എല്ലാം ചേർത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ കൂട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തോരത്തിന് സാധാരണ എടുക്കുന്ന എന്താണ് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, ഇത് ഇത്രയും കൂടെയാണ് ഞാനിവിടെ അരച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇത് അല്പം മുളക് പൊടിയും കൂടെ ഇതിൽ ആഡ് ചെയ്യണം നമുക്ക്. അപ്പോൾ നമുക്കിത് ചക്കക്കുരു ഒന്ന് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം.
ഇവിടെ നമ്മൾ ചക്കക്കുരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി ഇതിലേക്ക് ഒരു ശകലം ഉപ്പും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ചക്കക്കുരുവിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കൊരു അടപ്പാത്രം വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കീര ഇതിലിട്ട് കൊടുക്കാം. നമുക്ക് അടപ്പാത്രം മാറ്റി നോക്കാം. നമ്മുടെ ചക്കക്കുരു ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കീര അതിൻ്റെ കഴുകി അരിഞ്ഞ് വാരി വെച്ചിരിക്കുകയാണ്. ഈ കീര ഇതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടപ്പാത്രം ഒന്ന് മാറ്റി നോക്കാം. നമുക്ക് കീര നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇടത് കയ്യിലായിട്ട് ഫോൺ ഇരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ, വീഡിയോ പിടിക്കുന്നത് കൊണ്ട് എനിക്ക് പാത്രത്തിൽ പിടിച്ചു വെച്ചിട്ട് ഇളക്കാൻ പറ്റാത്തത്. അപ്പം ഞാൻ ഒറ്റ കയ്യിൽ ഇങ്ങനെ ഇളക്കുന്നതനുസരിച്ച് പാത്രം അത്യാവശ്യം ഒന്ന് അനങ്ങി ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ ഇനി തട്ടിയിട്ട് കൊടുക്കാം. തട്ടിയിട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ കടുക് സെപ്പറേറ്റായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുക് വറുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ചിട്ടാണ് ഞാൻ എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഇതിലൊക്കെ വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ ഇളക്കി നോക്കിയത്. വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയത് കൊണ്ട് നമുക്ക് കടുക് ഇതിലേക്ക് ഒഴിച്ചു വെക്കാം. ഇതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയെടുക്കണം. എൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ഞാൻ എന്താണ്ട് ഇവിടെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാൻ മുരിങ്ങയില തോരനും വെക്കുന്നത്. കടുക് വറുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ചക്കക്കുരു ഇടും. പിന്നെ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് മുരിങ്ങയില അതിൽ തട്ടിയിട്ട് ആവിയിൽ വേവിച്ചെടുത്താണ് ഞാൻ തോരൻ വെക്കുന്നത്. അടുത്തത് ഞാൻ സ്പെഷ്യലായിട്ട് പോത്ത് കറിയാണ് വെക്കുന്നത്. അപ്പോൾ പോത്ത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോത്ത് കറിക്ക് വേണ്ടി വീഡിയോ എടുക്കാൻ എനിക്ക് ഒരുപാട് പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഷോർട്ടാക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. എണ്ണയൊന്ന് നല്ലതുപോലെ ചൂടാവട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ മോള് കിടന്ന് കുണ്ടണി കാണിക്കുന്നത് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം നേരത്തെ എണ്ണ ചൂടാവുന്നതിന് മുന്നേ അങ്ങ് കടുകിട്ട്. അപ്പോൾ കടുക് പൊട്ടി വരാൻ ചെറിയ താമസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മോളിങ്ങനെ എന്താണ് വെക്കുന്നത്, ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് വീഡിയോ പിടിക്കുമ്പം കൂടെ വന്ന് നിൽക്കാനായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് വെപ്രാളത്തിന് കടുക് എടുത്തിട്ട്, അപ്പോൾ ഈ എണ്ണ ചൂടായില്ലയോ എന്നുള്ളത് ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ ഈ കടുക് പൊട്ടാത്തത് കൊണ്ട് ഞാനൊരു തവി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നനക്കി കൊടുക്കുമ്പോൾ ജസ്റ്റ് പെട്ടെന്ന് പൊട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പം ആ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കടുക് പൊട്ടി വന്ന് തുടങ്ങി. മോക്കിങ്ങനെ അടുപ്പത്ത് നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും. ഇതെന്താണ് ചെയ്യുന്നത്, അടുത്ത് എന്താണ് മോക്ക് തട്ടിയിടാനായിട്ടുള്ള ആകാംക്ഷയിൽ എന്നോട് പറയും. അതും കൂടെ തന്നു. നമുക്ക് പക്ഷേ വീഡിയോ പിടിക്കേണ്ടത് കൊണ്ട് ഇടത് കൈ ഫ്രീ അല്ലാത്തത് കൊണ്ട് കൊച്ചിനെ എടുത്തുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല അന്നത്തെ കാര്യം. അങ്ങനെ ഞാൻ മോളെ ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് കൂടി. അപ്പോൾ ഇവിടെ ഏകദേശം കടുകെല്ലാം ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, തേങ്ങ, അപ്പോൾ ഞാൻ ഇഞ്ചിയാണ് എടുത്ത് കുത്തിയരിഞ്ഞത് ഇട്ടത്. അപ്പോൾ പച്ചമുളകെല്ലാം ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടായി വരുമ്പോഴത്തേക്ക് നിങ്ങളങ്ങനെ പോത്ത് കറിയൊക്കെ വെക്കുന്നതെന്ന് വെച്ചാൽ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാനിനി അടുത്തത് തേങ്ങയാണ് ഇടുന്നത്. അപ്പം ഇപ്പോൾ ഇഞ്ചിയൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഒരുപാട് അങ്ങ് മൂക്കണ്ട, ഒന്ന് ചെറുതായിട്ട് മൂത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതും ഇട്ട് ഇളക്കുന്നുണ്ട്.
അപ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട്, ഇതിൽ വെളിച്ചെണ്ണയിൽ ഇത്തിരി കുറവുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് പോലൊക്കെ തോന്നി കേട്ടോ. അപ്പോൾ തേങ്ങ എല്ലാം കൂടെ ആയപ്പോഴും നമ്മൾ സവാളയും കൊച്ചുള്ളിയും കൂടെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് തട്ടിയിട്ട് ഇളക്കുമ്പോൾ ഉള്ളിയൊക്കെ വശന്ന് വരാനുള്ള ഒരു ഇതുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം പോലൊക്കെ ഉണ്ട്. എന്നാലും ഞാനിങ്ങനെ ജസ്റ്റ് ഇളക്കി ഒന്ന് മൂപ്പിക്കാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇതുപോലെ ചിക്കൻ കറി വെക്കുമ്പോഴും ഇതുപോലെ തേങ്ങ കൊത്തിയരിഞ്ഞിടാനൊക്കെ പറയും ചിലപ്പോഴൊക്കെ. അപ്പം ഞാൻ ചില സമയങ്ങളിൽ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യും. ചില സമയങ്ങളിൽ തേങ്ങയും സവാളയോ അല്ലെങ്കിൽ കൊച്ചുള്ളിയോ വശക്കി അതങ്ങ് ഒന്നിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ച് ചേർത്ത് നമ്മുടെ കറിക്കൂട്ടിലേക്ക് ചേർക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പം ഇതൊന്ന് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങ ഇങ്ങനെ എടുത്ത് തിന്നുമ്പോൾ തന്നെ നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ തലേന്ന് കറി വെച്ചിട്ട് പിറ്റേന്നൊക്കെ എടുത്ത് മിച്ചം വരുന്ന കറി വറ്റിച്ചൊക്കെ എടുക്കുമല്ലോ, ചൂടാക്കൂലേ. അപ്പോൾ അത് നല്ല ഇതാണ്, നല്ല രുചിയാണ് ആ തേങ്ങ തിന്നാൻ തന്നെ. അങ്ങനെ നമ്മുടെ തേങ്ങ താണ്ട് ഒരുവിധമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിനു വേണ്ടി ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതുപോലുള്ള വീഡിയോ ഇനിയും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ എനിക്കൊരു ലൈക്കെങ്കിലും തന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം. അതും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വിറകടുപ്പിലാണ് കേട്ടോ ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു താമസമൊക്കെ ഉണ്ട് ഇവിടെ റെഡിയായി കിട്ടാനായിട്ട്. നമ്മൾ സാധാ വീഡിയോ എല്ലാം ചെയ്യുന്നത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ചോറ് വെക്കുന്നത് വെളിയിലാണ്. അപ്പോൾ ഇവിടെ ചിക്കൻ കറി വെക്കുന്നെങ്കിലും അത് വെളിയിലാണ് വെക്കുന്നത്. ഇപ്പം ഞാൻ കുക്കറിലൊക്കെ ആയിരിക്കും വേവിക്കുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ കുക്കറിൽ വേവിച്ചെടുക്കുമ്പം നല്ലതുപോലെ വെന്ത് കലങ്ങിപ്പോവും. അതുകൊണ്ട് ഞാൻ കുക്കറിലും വെക്കും അല്ലാതെയും വെക്കും. ഇന്നിവിടെ വിറകടുപ്പിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചി തേങ്ങ ഇത് ഇത്രയും കൂടെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി സവാള ഇത് ഇത്രയും കൂടെ ഞാൻ ഇവിടെ രണ്ടും കൂടെയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പം ചിക്കൻ കറിക്ക് കൊച്ചുള്ളി മാത്രം ചേർക്കാറുണ്ട്. പോത്ത് ബീഫ് അങ്ങനത്തുള്ള എല്ലാത്തിനും ഞാനാണെങ്കിൽ രണ്ടും കൂടെയൊക്കെയാണ് ചേർക്കുന്നത്. അപ്പം നമ്മളത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് തട്ടിയിട്ടു നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ ഒന്ന് റെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിങ്ങനെ ഒന്ന് കുറച്ച് നേരം വെച്ചിരിക്കുക. എപ്പോഴും ഇങ്ങനെ ഇളക്കി ഇരിക്കുന്നത് എങ്ങനെ, അതുകൊണ്ട് റെസ്റ്റ് ചെയ്യാനും നമ്മൾ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് വെളിച്ചെണ്ണയിൽ ഒരു കുറവ് തോന്നിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ പിന്നെയും ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ തട്ടിയിട്ട് കൊടുക്കാം. ഞാനൊരു 3-4 പച്ചമുളക് തട്ടിയിടുന്നുണ്ട് കേട്ടോ. എരിയില്ലാത്ത മുളക് തന്നെയാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നിങ്ങളുടെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഒരു ലൈക്കെങ്കിലും തന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞാനിവിടെ റെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിലേക്ക് ഞാൻ തട്ടിയിടാനായിട്ട് പോത്തോടെ നല്ലതുപോലെ വാഷ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം എനിക്കതിൻ്റെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ തട്ടിയിട്ടതിന് ശേഷമുള്ള വീഡിയോ ഇനി നമുക്ക് കാണാം. ഞാനിവിടെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഉപ്പ് ഇതെല്ലാം ഞാനാണെങ്കിൽ തിളച്ചതിന് ശേഷം നമ്മൾ ഇറച്ചി തട്ടിയിട്ട് അതിലേക്ക് കൂട്ടിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ.
അപ്പോൾ എനിക്ക് അത്രയും വീഡിയോ ഒന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്, എനിക്ക് ഇടാൻ പറ്റിയില്ല. അങ്ങനെ ഞാനെല്ലാം കൂടെ ചേർത്ത് ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് നമുക്കൊരു ഒഴിച്ചു കൂട്ടാൻ തയ്യാറാക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചക്കക്കുരുവാണ്. അപ്പോൾ ചക്കക്കുരു തണ്ടോ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചീര അല്ലെങ്കിൽ കീരയുടെ തണ്ടാണ്. അപ്പം നമ്മൾ തോരത്തിന് എടുക്കുമ്പോൾ ഇതിൻ്റെ മണ്ടയൊക്കെ കുറേ അങ്ങ് അരിഞ്ഞെടുക്കും. പിന്നെ വരുന്ന തണ്ടാണ് കേട്ടോ. അപ്പോൾ അത് വേരില്ലാത്തതല്ലേ. അപ്പോൾ വേരുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുറിച്ചിട്ട് ഇതുപോലെ കണ്ണ് വരുന്നതിൻ്റെ അടുത്ത് വെച്ചിട്ട് കുറച്ച് മുകളിലോട്ട് മുറിച്ചിട്ട് നട്ടാൽ ചിലത് കിളിക്കുകയും ചെയ്യും കേട്ടോ. ഞാൻ അങ്ങനത്തുള്ളതൊക്കെ 2-3 നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള തണ്ട് ഞാൻ എടുത്തു. അതിനൊരു പകുതി മുരിങ്ങയ്ക്ക് എടുത്തു. ഇതിൻ്റെ പുളിയുടെ അനുസരിച്ചുള്ളതായിരിക്കണം മാങ്ങ എടുക്കുന്നത്. നമുക്ക് ഈ മാങ്ങയിലൊരു പകുതി മാങ്ങയും കൂടെ ചേർത്ത് നമുക്കൊരു ഒഴിച്ചു കൂട്ടാം. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. ഇത് നിങ്ങൾ കളയുകയാണ് പൊതുവെ ചെയ്യാറുള്ളത്. ഇത് വെച്ച ചക്കക്കുരു ഇല്ലെങ്കിലും നമുക്ക് ഒരു തേങ്ങ ഒഴിച്ചു കൂട്ടാനായിട്ട് കറി വെക്കുന്നതിൻ്റെ കൂടെ ഇത് മുറിച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് കറിയാക്കുകയും ചെയ്യാം. വെറുതെ കളയുന്ന എന്തിനാ. നമുക്കപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ ഇട്ടിട്ടില്ല. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് വേവാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വെക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. വെള്ളം ഒഴിക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇതൊന്ന് വെന്ത് വരണം. ഇതിന് ശേഷം ഒരുവിധം വെന്ത് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടച്ചു വെക്കാം. കൂട്ടിന് വേണ്ടി ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം കൊച്ചുള്ളി, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ ശകലം ഉലുവപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് കറിക്കൊരു മണം കിട്ടാനും ചേർക്കാം. ഞാനിവിടെ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം. നമ്മളിവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അടപ്പാത്രം ഒന്ന് മാറ്റി നോക്കാം. കീരത്തണ്ടൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ചക്കക്കുരു അത്യാവശ്യം വെന്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മാങ്ങയൊന്ന് തട്ടിയിട്ട് കൊടുക്കാം. മാങ്ങ തന്നെ ഞാനിവിടെ അരിഞ്ഞിച്ചിട്ട് നല്ലതുപോലെ വിളഞ്ഞ മാങ്ങയാണ് കേട്ടോ. മധുരമൊന്നുമില്ല. വിളഞ്ഞെന്ന് പറയുമ്പോൾ ഇവിടെ ചെറിയ മധുരം വരുന്നതിനാണേ. പഴുത്ത ചെറിയ മാങ്ങയില്ലേ, അപ്പോൾ ആ മാങ്ങയ്ക്കാണ് ഇവിടെ വിളഞ്ഞെന്ന് പറയുന്നത്. അപ്പോൾ ഇത് അത്ര മധുരമില്ല. മാങ്ങയ്ക്ക് അത്യാവശ്യം പുളിയൊക്കെ ഉള്ളതാണ്. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് അടച്ചു വെക്കാം. അടപ്പാത്രം മാറ്റി നോക്കാം. വെന്തിട്ടുണ്ട്. തവിട്ട് നോക്കാം. എല്ലാം ഒന്ന് ഉടച്ചെടുക്കുക ഇതുപോലെ. ഇവിടെ ഞാൻ ഒരുവിധം ഉടച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇത്രയും മതി കേട്ടോ. ചെറിയ കഷ്ണങ്ങളൊക്കെ കിടക്കണ്ടേ. അപ്പോൾ ഞാൻ ഇത്രയും ഞാനിവിടെ ഉടയ്ക്കുന്നുള്ളൂ. അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കടുക് വറുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒഴിച്ചു കൂട്ടാനിവിടെ റെഡിയായി. ഉപ്പ് ആവശ്യത്തിന് ഇടാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.